ഹായ് ഗായ്സ്, അപ്പോൾ ഇങ്ങനെ സ്ട്രീറ്റ് പ്രോം ക്യൂ എന്ന് പറഞ്ഞ സിനിമ സ്ട്രീറ്റ് പ്രോം സ്ട്രീറ്റ് ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണ സിനിമ സ്ട്രീറ്റ് പ്രോം ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത് ഒരു കിടിലൻ വയലൻസ് സിനിമയാണ്. കിടിലൻ എന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ഒരു സിനിമ. സ്ട്രീറ്റ് പ്രോം ക്യൂ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വയലൻസാണ് മെയിൻ. അതായത് സ്റ്റോറി നിങ്ങൾ നോക്കരുത്. സ്റ്റോറി നോക്കിയാൽ നിങ്ങൾക്ക് തീരെ പിടിക്കണം എന്നുണ്ടാവില്ല. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല ഈ സിനിമ. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ വയലൻസ് സിനിമ വെറുതെ കാണാമെന്ന് വെച്ചിട്ടാണ് അതുപോലെ കണ്ടൊരു സിനിമയാണിത്. സ്റ്റോറി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നും. പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറേ സ്കൂൾ പിള്ളേരെ കൊല്ലണം, കുറച്ച് ഒരു 2 സൈക്കോകൾ കൊല്ലണം, അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താണ് സ്റ്റോറി ഞാൻ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ തീരെ കാണില്ല. നിങ്ങളിത് സിനിമ കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്കൂൾ, ഒരു കോളേജ്, അവിടുത്തെ പിള്ളേരെ തേടി പിടിച്ച് ഇങ്ങനെ കൊല്ലണം. അതായത് ഒരു ഗ്യാങ്ങിലത്തെ അത് കൊല്ലണത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ തേടി പിടിച്ചല്ലേ കൊല്ലണേ. അവർ വന്ന് ചാവാ ചെയ്യണേ. അതെങ്ങനെ അവരുടെ കപ്പിൾസ് ഉണ്ടാവും. അവരൊറ്റയ്ക്ക് 2 പേരും നിൽക്കുമ്പോൾ ആ കറക്റ്റ് സ്ഥലത്ത് അവർ നിൽക്കണ്ടാവും. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ വെച്ചാൽ ആളെന്നെ കൊല്ലണു, ആ 2 പേരെ അവിടെ വെച്ച് തന്നെ കൊല്ലണു. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇതന്നെ റിപ്പീറ്റ് അടിച്ച് തന്നെ വരുന്നു. അതായത് 2 കപ്പിൾസ് പോകണു, അവരെ കൊല്ലണു. പിന്നത്തെ 2 കപ്പിൾസ് പോകണു, അവരെ കൊല്ലണു. പിന്നെ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇവൻ മരിക്കാനുള്ളതാണ്, ഇവിടെ ചാവാനുള്ളതാണ്, ഈ കപ്പിൾസ് ചാവാനുള്ളതാണ്. ഇതന്നെ ലാസ്റ്റിലേക്കാകുമ്പോൾ നമുക്ക് തീരെ നല്ലോണം മനസ്സിലാവും. ഇതിങ്ങനെയൊക്കെ നടക്കാൻ പോണേ. ഇതന്നെ എങ്ങനെ വന്നുകൊണ്ട് നിൽക്കണം. അത്ര പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്റ്റോറി നോക്കുകയാണെങ്കിൽ കോമഡിയാണ്, അധികം പിന്നെ പറയണില്ല. പിന്നെ ബോറടിയൊന്നുമില്ല, ഇങ്ങനെ നമ്മൾ കണ്ടിരിക്കും. വയലൻസ്, ചോര, ബഹളം, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അങ്ങനത്തെ സിനിമകൾ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഇങ്ങനെ കണ്ടിരിക്കാം. അത്രയേ ഉള്ളൂ. ഇതും നിങ്ങൾ ഇത് കാണാം. വയലൻസ് സിനിമ എന്ന് വെച്ചാൽ കാണാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പൊളിക്കും അല്ലെങ്കിൽ നല്ല ത്രില്ലർ സിനിമയാണ് അല്ലെങ്കിൽ സൈക്കോപാത്ത് മൂവിയാണ് നല്ല കിടിലനായിക്കെന്ന് വെച്ചൊന്ന് കാണാൻ നിൽക്കരുത്. നിങ്ങൾക്ക് വയലൻസ്, ചോര, ബഹളം അങ്ങനത്തെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇരുന്ന് കാണാം ഒരു നേരം പോക്കിന്. അല്ലാതെ ഇരുന്ന് കാണാൻ നിന്നാൽ നിങ്ങൾക്ക് തീരെ പിടിക്കൂല. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ സിനിമകളായിട്ട് ഞാൻ വീണ്ടും വരാം. കുറേ സിനിമകളുണ്ടെങ്കിൽ കുറേ കണ്ടി, ചിലതൊക്കെ ഞാൻ റിവ്യൂ പറയാത്തതാണ്. കാരണം പറയാനായിട്ട് ഒന്നുമില്ല. ഇതന്നെ എനിക്കൊന്നും പറയാനില്ല. പിന്നെ എന്തായാലും എന്തെങ്കിലും പറയേണ്ടത് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.